മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും ഇമ്മാക്കുളോടെയാണ് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നൊരു ചെറിയ ചേഞ്ച് വേണമെന്നാണ് ഇമ്മാക്കുളോടെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്തതാണ്. ഇന്നൊരു പ്രത്യേക എപ്പിസോഡാണ് അല്ലേ? കാര്യം പറയാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് തന്നെ. അപ്പൊ നമുക്ക് പതിവ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പരിശുദ്ധ പാട്ട് പാടുന്നു. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നു? നല്ല പാട്ട് പാടാം അല്ലേ? പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ സത്യാത്മാവേ ജീവാത്മാവേ എന്നുള്ളിൽ ദൈവരാജ്യം പണിയണമേ. എൻ ഹൃദയം ദൈവാലയമാക്കണമേ. പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ സത്യാത്മാവേ ജീവാത്മാവേ എന്നുള്ളിൽ ദൈവരാജ്യം പണിയണമേ. എൻ ഹൃദയം ദൈവാലയമാക്കണമേ. സ്നേഹം നിന്നിലാണല്ലോ, ആനന്ദവും നീയല്ലോ, സമാധാനവും നീയല്ലോ, ക്ഷമയും നീയല്ലോ, ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും നീയെ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, ശക്തി പകരണമേ. വേഗം വരണേ, ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ സത്യാത്മാവേ ജീവാത്മാവേ എന്നുള്ളിൽ ദൈവരാജ്യം പണിയണമേ. ഹൃദയം ദൈവാലയമാക്കണമേ. ഹല്ലേലൂയ. അതെ ഈ പാട്ട് കുറച്ചുകൂടെ ഉണ്ട് എങ്കിലും ഞങ്ങള് ഇത്രയും ഇപ്പം പാടിയുള്ളൂ. ഈ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അതിനും പാടിയിട്ടുണ്ടോ? ഫുൾ പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ഇന്ന് പാടാൻ പറ്റിയില്ല. അപ്പം കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അല്ലേ, ഓരോ ദിവസം ഓരോ വചനം വെച്ച് പഠിച്ചിട്ട് 7 വചനങ്ങൾ വെച്ച് അല്ലേ പങ്കുവെക്കുകയായിരുന്നു. ഇത് 4ാമത്തെ ആഴ്ചയായിരുന്നു അല്ലേ? പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വചനം പങ്കുവെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അതിരാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. സാധാരണ ഇവർ സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിൽ 7 മണിയൊക്കെ കഴിഞ്ഞാൽ എഴുന്നേക്കുന്നത്. കാരണം പക്ഷേ ഞങ്ങൾ വേറൊരു പ്രത്യേക കാര്യങ്ങളിലായിരുന്നു ഒരു 3 ദിവസം. അതുകൊണ്ട് രാവിലെ ഈ കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ഇങ്ങനെ വചനപ്രഭാഷകർക്ക് ഇങ്ങനെ അവർക്കൊരു ധ്യാനം ഉണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ അതിന്റെ ഒരു കാർഡ് കിട്ടും. അപ്പൊ അതും വെച്ച് പിന്നെ അത് വേറൊരു കാർഡ് കിട്ടും, അതിന്റെ എക്സ്പയറി കഴിഞ്ഞു പോയാ. അതാണ് അതൊരു സർട്ടിഫിക്കറ്റാ, വചനപ്രഭാഷകർക്കുള്ള സർട്ടിഫിക്കറ്റ്. അപ്പൊ നമ്മളങ്ങനെ അങ്ങനെ കാഞ്ഞപ്പള്ളി രൂപതയുള്ള എല്ലാ വചനപ്രഭാഷകരും പങ്കെടുക്കേണ്ട അതിനകത്ത് അപ്പം പങ്കെടുക്കേണ്ടതായിരുന്നു. ആ കൂടെ നേരം ഇമ്മാക്കുളയും ജോയാക്കിയും ശുശ്രൂഷകരാണല്ലോ. അതുകൊണ്ട് ഇമ്മാക്കുളയും ജോയാക്കിനെയും ഞങ്ങൾ കൊണ്ടുപോയി. അമ്മ വന്നു, ഇമ്മാക്കുളയും ജോയാക്കിനും ഞങ്ങൾ കൂടെ കൊണ്ടുപോയി. ശുശ്രൂഷകരാണല്ലോ. അതോടൊപ്പം തന്നെ പിന്നെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ദൈവവചനം പഠിക്കുന്നുള്ള ഞങ്ങൾക്കറിയാം, അപ്പയ്ക്കും അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയത്. നിങ്ങൾക്കത് ബോധ്യമാവണം. അപ്പയും അമ്മയൊക്കെ ചെറുപ്പം കാലത്തിട്ട് 2 ദിവസത്തെ ക്ലാസ് വേണ്ടാന്ന് വെച്ച് പോലും ഞങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ സ്കൂളിലെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ദൈവവചനം പഠിക്കുന്നതാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കും ചെറുപ്പം ഉണ്ടാകാൻ വേണ്ടി കൂടി ഉണ്ടായത്. പിന്നെ നിങ്ങൾ ശുശ്രൂഷകരുമാണല്ലോ. ആരാ ആ ധ്യാനം നയിച്ച ആരായിരുന്നു? നമുക്ക് അതുണ്ടായിരുന്നു അല്ലേ? അവിടെ സന്തോഷ്
ചേട്ടന്റെ കൊച്ചുങ്ങളെല്ലാം സിനിമ ആ അത് പറയാം ആദ്യം സിനിമ കാണാറില്ല. സിനിമ കാണാറില്ല. അപ്പം ആദ്യം പറയാനുള്ളത് നമ്മുടെ ആ ധ്യാനം നയിച്ചത് നമ്മുടെ ഷെക്കൈന മിനിസ്ട്രിയുടെ ഒക്കെ അതിൻ്റെ നയിക്കാനായിട്ട് ഈശോ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ സന്തോഷ് കരുമാത്രയായിരുന്നു. നല്ല ധ്യാനമല്ലായിരുന്നോ? അത് ടോപ്പിക്ക് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം അല്ലേ? അതിനെക്കുറിച്ചാണ് കൂടുതൽ ക്ലാസ്സുകൾ. അപ്പം എൻ്റെ ഇടയ്ക്ക് സത്യവിശ്വാസ പ്രബോധനങ്ങൾ ഇങ്ങനെ പിന്നെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ ശുശ്രൂഷകർ ശരിക്കും പഠിപ്പിക്കണം എന്ന് പറയുന്നതിന് ഇടയ്ക്ക് ബ്രദർ പറഞ്ഞതാണ്. നമ്മുടെ പിന്നെ അക്കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷ് ബ്രദറിൻ്റെ വീട്ടിലെ ഒരു കാര്യം പറഞ്ഞു. അത് കൂട്ടുകാരെല്ലാം കേൾക്കണം കേട്ടോ. കൊച്ചു കൂട്ടുകാരെല്ലാം കേൾക്കാനുള്ള നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സന്തോഷ് ബ്രദറിൻ്റെ മൂത്ത കുട്ടിക്ക് 10-15 വയസ്സ് പ്രായം കാണും. അത് 4 കുട്ടികളുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം 15 വയസ്സുള്ള ആ കുട്ടി അടക്കം ആ 4 കുട്ടികളും ഇതുവരെ ഒരിക്കലും സിനിമ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. സന്തോഷ് ബ്രദർ ഇപ്പോൾ 10-30 വർഷമായിട്ട് സിനിമ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ പിന്നെ ഇദ്ദേഹം കുട്ടികളെ ഇതുവരെ ഇപ്പോൾ സ്കൂളിൽ നിന്നാണ് വിളിച്ച് ചോദിച്ചെന്ന്. സ്കൂളിൽ എന്താ കാര്യം വന്നപ്പോഴത്തേന് കുട്ടികൾ പറഞ്ഞു പിന്നെ സിനിമ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷ് ബ്രദറിനെ വിളിച്ചു ഇത് ശരിയാണോ, കുട്ടികൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന്. അദ്ദേഹം ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ വചന ശുശ്രൂഷകരായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതാണ്. ഇത്രയും വർഷമായിട്ട് കുട്ടികൾ ഒരു സിനിമ പോലും കണ്ടില്ലെന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത് കേൾക്കുന്ന പേരൻസ് കേൾക്കുന്നുണ്ടാവും. പേരൻസ് എന്തെങ്കിലും ചിന്തിക്കണേ. ഇവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവർ കൊണ്ട് ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ചിരുന്നത് വരയുന്ന സിനിമയാണ്. അത് ഈശോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ആയിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ കണ്ടില്ലെന്ന് തോന്നുന്നു നിങ്ങളല്ലേ? കുട്ടികളെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിർത്തിപ്പോയി. അതുകൊണ്ട് അവരിങ്ങനെ അങ്ങനെ ഈശോ വരയുന്ന സിനിമ കണ്ടോളൂ. അത് വിട്ട് പോയി. പിന്നെ അത് ഈശോ കൃത്യമായിട്ട് അതെ. അപ്പോൾ ഇവരും ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങൾ പരിശീലിക്കുന്ന ഒരു കാര്യം സിസ്റ്റർ റാണിമരിയുടെ സിനിമ അത് സിനിമയാണെന്നുള്ള ചിന്ത കൊണ്ട് ഇവർ അതുപോലെ കണ്ടു. അതെ എന്നാൽ ചുരുക്കത്തില് പിന്നെ അങ്ങനെ ഇവര് സിനിമ കാണുന്നില്ല. അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ, പേരൻസ് ഇത് നിങ്ങൾ കാണണേ. അതായത് സിനിമ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ അത്യാവശ്യമുള്ള കാര്യമല്ല. വേണമെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത സിനിമ കുട്ടികൾക്ക് ഒട്ടും കാണിക്കാതിരിക്കും നല്ലത്. കാരണം കുട്ടികളെ സംബന്ധിച്ച് സിനിമ കാണുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളിപ്പിടിച്ച് കഴിഞ്ഞാലേ ഒന്നാമത് ഈ സിനിമയൊക്കെ ഇതെല്ലൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നതും നിർമ്മിക്കുന്നതും അത് ഷൂട്ട് ചെയ്യുന്ന പശ്ചാത്തലങ്ങളൊക്കെ ഇതെല്ലാം പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. പിന്നെ ഇതൊക്കെ ക്രിയേറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കുകയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു സ്പിരിറ്റിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു അതനുസരിച്ചുള്ളൊരു ഫലമായിരിക്കും ഇത് കാണുന്നവരുണ്ടാകുന്നതേ. അങ്ങനെ കുട്ടികളൊരിക്കലും ചെറുപ്പം തൊട്ട് ഇത് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വലിയവരും അങ്ങനെ ഇത് സിനിമ കാണുന്ന മഹാപാപം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. കാണാതിരുന്നെങ്കിൽ അത്ര സമയം കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുകയൊക്കെ ചെയ്യും. എന്തായാലും ഇവർക്കത് സന്തോഷ് ബ്രദർ എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവർക്കും നല്ലൊരു കുറച്ചുകൂടി ഇവരും ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണല്ലോ. പിന്നെ അതുകൊണ്ട് ഇവർക്കൊരു സന്തോഷമൊക്കെ. അത് അത് ബൈബിളിനെ കുറിച്ച് തന്നെയുള്ള ഹോപ്പ്. എന്തായാലും നമ്മളതൊന്നും അങ്ങനെ സിനിമ ഈശോയോട് ബന്ധപ്പെട്ട സിനിമകളാണെ പോലെ ഇവർക്ക് ഒരു പരിധി കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ബൈബിളിലെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലേ? നിങ്ങൾ ഈ വീഡിയോ കഥ കാണാറുള്ളത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമുക്കിത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ബോറടിക്കാം. നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതൊക്കെ ആണെങ്കിലും നമ്മളുടെ ഈ കിഡ്സ് കാർഡിൽ കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവജനമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ പഠിക്കാൻ പറഞ്ഞ കാരണം ഇത്രേ ഉള്ളൂ. ഈ ധ്യാനങ്ങൾക്ക് വേണ്ടി പോകുമായിരുന്നുകൊണ്ട് ഇവർക്ക് വരുമ്പോൾ തന്നെ ഒത്തിരി രാത്രിയാവും. വന്നു കഴിയുമ്പോൾ ഉറക്കം കാരണം കിടക്കുവാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വചനം പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി അത് കുഴപ്പമില്ല. നമുക്കത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വചനം പറയുന്നില്ല. ഞങ്ങൾ അടുത്ത ആഴ്ച അതിന് കൂട്ടി അത്ര വചനം പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവവചനത്തോട് നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാകണം. ഇപ്പോൾ ഇവർ എല്ലാ ദിവസവും വചനം വായിക്കുന്നു. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒന്നെങ്കിലും ഇവർ രണ്ടുപേരും മാറി ബൈബിളിലെ കുറച്ച് ഭാഗങ്ങൾ പിന്നെ വീട്ടിൽ വായിക്കും.
അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും വായിക്കും. ഞാനാണെങ്കിൽ കേട്ടോ ദൈവത്തിൻ്റെ ഒരു കൃപയിൽ ഞാനാണെങ്കിലും ഏറ്റവും കൂടുതൽ പിന്നെ പുസ്തകം ഞങ്ങളെ വിശുദ്ധരെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകം വായിക്കും. പറയാവേ. അപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 4 അധ്യായം ബൈബിൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പഴയ നിയമത്തിൽ നിന്നൊരു അധ്യായം, സുവിശേഷങ്ങളിൽ നിന്നൊരു അധ്യായം, പിന്നെ സുവിശേഷങ്ങളിൽ നിന്ന്, പിന്നെ ലേഖനത്തിൽ അധ്യായം വായിക്കും. പഴയ നിയമത്തിൽ അധ്യായം വായിച്ചിട്ട് അവിടെ പിതാവിൻ്റെ സമയമാണല്ലോ, അപ്പം പിതാവിൻ്റെ ഉമ്മ കൊടുക്കും. സുവിശേഷങ്ങൾ വായിച്ചിട്ട് ഈശോയ്ക്ക് ഉമ്മ കൊടുക്കും. ലേഖനങ്ങൾ വായിച്ചിട്ട് പരിശുദ്ധാത്മാവിന് ഉമ്മ കൊടുക്കും. അങ്ങനെ പഴയ നിയമത്തിലെ പിതാവായ ദൈവമാണെന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഈ ബൈബിൾ വചനം കാണാൻ പഠിക്കുന്നതും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനത്തോട് നമുക്ക് കൂടുതൽ താല്പര്യവും സ്നേഹവും ഉണ്ടാകണം. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ആഴ്ച പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ വചനം പങ്കുവയ്ക്കാൻ പറ്റിയില്ല. പകരം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് ഈ ആഴ്ച എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഞങ്ങൾ ഇവർ സ്കൂളിൽ പോലും പോകാതെ ധ്യാനത്തിന് പോവുകയും അങ്ങനെ 3 ദിവസം ദൈവവചനം കേൾക്കുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുകുകയും ചെയ്തു. അപ്പോൾ അവരെല്ലാം ഈ വലിയ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ പ്രവാസം ചോദിച്ചു, ഈ പിള്ളേരെ സാധാരണ ഈ പുറത്തുകൂടെ എല്ലാവരും ഓടി നടക്കേണ്ട പിള്ളേരാണ്, ഇവരിങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നല്ലോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളവിടെ അല്പസമയമൊക്കെ പുറത്തിറങ്ങിയുള്ളൂ. അപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ കൃപ വന്നുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും രാവിലെ തൊട്ട് വലിയ ചേട്ടന്മാർക്കുള്ള ക്ലാസ്സുകളൊക്കെ അല്ലേ. അങ്ങനെ വലിയ ഞാൻ കേൾക്കുന്നതാണല്ലോ, അത് ഇഷ്ടമായിട്ട് തോന്നുന്നു. അപ്പം ഇതെല്ലാം ഞങ്ങൾ ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിങ്ങനെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് തുടങ്ങണം. പേരൻസ് അങ്ങനെ അവിടെ കൊണ്ടുപോയി പരിശീലിപ്പിക്കണം. അതിന് കുടുംബം ഒന്നാകെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത് കുടുംബം എല്ലാവരും തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. എല്ലാവരും സുവിശേഷത്തിന് വേണ്ടി ഒരുമിച്ച് നിലകൊള്ളേണ്ട ബോധ്യം നൽകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് പ്രേരിപ്പിക്കുന്ന പുതിയ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ. നമുക്ക് അവസാനം ഒന്ന് കണ്ണുകളൊക്കെ അടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാവേ. കർത്താവായ ഈശോയെ, ഇന്നത്തെ ദിവസത്തെ ഈ ശുശ്രൂഷയെ ഈ രീതിയിൽ അങ്ങ് നയിച്ചതിന് നന്ദി പറയുന്നു. കർത്താവ് ഈ ശുശ്രൂഷയിൽ കൂടി അങ്ങ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച സന്ദേശം അത് ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ മനസ്സുകളിൽ ശക്തമായിട്ട് പതിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവവചനത്തോട് കാണിക്കേണ്ട ആ പ്രത്യേക ശ്രദ്ധ, താല്പര്യം, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വചന ശുശ്രൂഷയോടെ കാണിക്കേണ്ട വലിയ താല്പര്യം, ഈ സിനിമ പോലെയുള്ള ആ ലൗകികമായ കാര്യങ്ങളോടുള്ള ചെറുപ്പകാലത്തുള്ള കുട്ടികൾ കാണിക്കേണ്ട വിരക്തി, ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ കാണിക്കേണ്ട വലിയ ശ്രദ്ധ, ഇതേക്കുറിച്ചൊക്കെയുള്ള വലിയ ബോധ്യങ്ങൾ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ലഭിക്കുവാൻ ഈ ശുശ്രൂഷയെ അങ്ങ് പ്രത്യേകമായിട്ട് എടുത്ത് ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷയുടെ മേൽ ശക്തമായ അങ്ങയുടെ അഭിഷേകം അങ്ങ് അയക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ഹല്ലേലൂയ. God bless you.